ചോദിക്കുക. നടന്നെല്ലാം മതി. വെറുതെ കിടന്ന് വലിയ കിടന്ന് വയ്യാതെ തലേ വെച്ചത്. അതുകൊണ്ട് എല്ലാ യൂട്യൂബേഴ്സിനും അങ്ങനെ ഞാൻ വിളിക്കുകയില്ല. അരുണിമയോട് വേണ്ട. എല്ലാ യൂട്യൂബേഴ്സിനോടും അദ്ദേഹത്തിന് അങ്ങനെ ചിന്തയില്ല, അവരോടൊന്നും ആ ഒരു മനോഭാവവും ഇല്ല. എന്നാൽ എല്ലാവരോടും ആ പ്രശ്നമില്ല. പക്ഷെ അരുണിമ വേണ്ട എന്ന് പറയുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. എന്താടേ ഈ ലോകം ഇങ്ങനെ? നമ്മുടെ സുജിത് ഭക്തന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ വളരെ ബഡ്ജറ്റായിട്ട് യാത്ര ചെയ്യാൻ തന്നെ ശ്രമിക്കും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ ഔദാര്യം ഏത് രീതിയിലും പറ്റുകയാണെങ്കിൽ ആ ആളോട് എന്നെന്നും ഒരു കൂറുള്ളവനായിട്ട് ഉണ്ടാവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു നല്ല വ്യക്തിയുടെ മനസ്സിൽ പറയേണ്ട ഒരു കാര്യം. നമുക്ക് നമ്മുടെ മറ്റൊരാളുടെ ഔദാര്യം സ്വീകരിച്ചിട്ട് അവരെ തന്നെ നമ്മൾ തള്ളിപ്പറയുകയും കുറ്റപ്പെടുത്തുകയും സമൂഹത്തിന് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നിങ്ങൾ കാണുന്നവരാരും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ജോർജ് ഏട്ടൻ തെറിവിളി കേൾക്കുകയാണ്. അത് കുറേ അധികം ആൾക്കാർ ജോർജ് ഏട്ടനെ അങ്ങ് തള്ളിപ്പറഞ്ഞ് അങ്ങ് തെറിവിളിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. വേറെ പണിയില്ലേ, ഇത് ഈ വിഷയം വിട്ടുകൂടെ എന്ന് പറയുന്നവരുടെ അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ മാത്രമാണ് സുഹൃത്തുക്കളെ സംസാരിക്കുന്നത്. അല്ലാതെ ഇന്നലെ ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്തോ ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചെയ്യും. എൻ്റെ അടുത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് പ്രസ്തുത വ്യക്തി പറഞ്ഞിട്ട് ഒരു കാര്യമാണ് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന്. ഞാൻ ഈ ഒരു വിഷയം അല്ലെങ്കിൽ വേറെ ഒരുപാട് കണ്ടന്റ് ഇടുന്നുണ്ട്, അത് വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾ തന്നെ പറ. ഇനി ആ മനുഷ്യൻ പറയുന്നത്, അയാൾ ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, അയാളെ കമൻറ്റ് ബോക്സിൽ അയാളെ എന്തൊക്കെയാണ് പറയുന്നത് ആരും അത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പാഠമായിരിക്കണം. എന്താണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് കാണാം. വളരെ സുന്ദരിയായ ഒരു പെണ്ണ് അഭയം കൊടുത്തിട്ട് ഒരു പാതിരാത്രിയിൽ, തണുപ്പുള്ള രാത്രിയിൽ വീട്ടിനും വെളിയിലാക്കിയത് ശരിയാണോ ജോർജ് ചേട്ടാ? അതായത് രാത്രി അരുണിമ ഇറക്കി വിട്ട കാര്യമാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അരുണിമ വേഴ്സസ് ജോർജ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ പിന്നീട് വന്ന വീഡിയോയിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. അവൾ തന്നെ ഇറങ്ങിപ്പോയി, അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ പറയട്ടെ, ഞാനെന്നല്ല, അമേരിക്കയിലുള്ള ഒരു മലയാളികളെയും ഏത് കുടുംബത്തിൽപ്പെട്ടവരും മലയാളീസും ഇങ്ങനെ ഒരു പെൺകുട്ടിയെ രാത്രി 12 മണിക്ക് വെളിയിൽ ഇറക്കി വിടുമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അയാൾ ഇച്ചിരി വേദനിച്ചിട്ടൊക്കെ കേട്ടോ പറയുന്നത്. ഇതിന് ശേഷം ഇതിന് മുമ്പുള്ള വീഡിയോസ് ഉണ്ട്. അയാൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അയാളെ ഒരു മരം താറടിക്കുന്നത് പോലത്തെ കമന്റുകളൊക്കെയാണ് കേൾക്കണം. അത് ആദ്യത്തെ പറയട്ടെ. അമേരിക്കൻ മലയാളിയും നിയമം എങ്ങനെ ബാധിക്കും എന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ജോർജ് ചേട്ടനെ ഇറക്കി വിട്ടതല്ല, തന്നെ ഇറങ്ങിപ്പോയിട്ട് നെഗറ്റീവ് വീഡിയോ ഇട്ടതാണ്. എന്റെ ഭാഗം വളരെ, അതായത് തന്നെ ഇറങ്ങിപ്പോയിട്ട് അയാൾക്കെതിരെ നെഗറ്റീവ് വീഡിയോ ഇട്ടിട്ട് ഈ നിമിഷം വരെ അരുണിമ പ്രതികരിച്ചിട്ടുമില്ല. ഓക്കെ, അരുണിമയ്ക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ട് കമന്റ് ബോക്സിൻ്റെ അകത്തുള്ള ഈ മനുഷ്യനെ അത്രയും മോശപ്പെടുത്തുന്നുണ്ട്. അയാൾ ഇത് തെറ്റെന്താണെന്നും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഇറക്കി വിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി വേറെ കാര്യമുണ്ട്. ഇന്നലെ ഇട്ട വീഡിയോ അരുണിമയുണ്ടല്ലോ, അരുണിമ വീണ്ടും അമേരിക്കയെ വരികയെന്ന് പറഞ്ഞാല് ജോർജ് ചേട്ടൻ ഇൻവിറ്റേഷൻ കൊടുക്കും. ഇനി അരുണിമ തിരിച്ച് ഇനി അമേരിക്കയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ജോർജ് ചേട്ടൻ അതിന് ഇത് സപ്പോർട്ട് കൊടുക്കുമെന്ന് ചോദിക്കുക. നടന്നെല്ലാം മതി. വെറുതെ കിടന്ന് വലിയ കിടന്ന് വയ്യാതെ തലേ വെച്ചത്. അതുകൊണ്ട് എല്ലാ യൂട്യൂബേഴ്സിനും അങ്ങനെ ഞാൻ വിളിക്കുകയില്ല. അരുണിമയോട് വേണ്ട. എല്ലാ യൂട്യൂബേഴ്സിനോടും അദ്ദേഹത്തിന് അങ്ങനെ ചിന്തയില്ല, അവരോടൊന്നും ആ ഒരു മനോഭാവവും ഇല്ല. എന്നാൽ എല്ലാവരോടും ആ പ്രശ്നമില്ല. പക്ഷേ അരുണിമ വേണ്ട എന്ന് പറയുന്നുണ്ട്. തൊഴുതു തന്നെ പറയുന്നു. പുള്ളി വേലയിൽ കിടന്ന് വയ്യാവരെ എടുത്തു വെച്ചു പറഞ്ഞു അരുണിമ ഇനി അദ്ദേഹം അമേരിക്കയിലേക്ക് വെൽക്കം ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഇനിയൊരു വീഡിയോ ഉണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് പാക്കർ അരുണിമ തേച്ചേച്ചു പോയ നമ്മുടെ ജോർജ് ലോലപ്പച്ചേട്ടൻ. ഓക്കെ, ഈ ഒരു കമൻറ്റ് ബോക്സിൽ തേച്ചേച്ചു പോയെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നുണ്ട്? ഫേമസ് ആയി ഇനി ഓക്കെ, ഇനി കമൻറ്റ് ബോക്സ് നോക്കിക്കോ. ഇതിനകത്ത് മൊത്തം ഇനി കാണേണ്ടത് ഇനി രസമാണ്. ഇയാൾക്ക് വേണ്ടി സംസാരിച്ചത് ഇപ്പോൾ തേക്കലായോ? ഇയാൾക്ക് വീട്ടിൽ ഒരു അടിമയെ പോലെയാണ് എന്ന് 2 വീഡിയോ കണ്ടാൽ അറിയാം. അതാണ് മാറേണ്ടത്. അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് ജഡ്ജ് ചെയ്യാണ്. ആ സംസാരം കേട്ടിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ചെറുമോളും ഒക്കെ സംസാരിച്ചത് ഇയാൾ അടിമയെ പോലെ കണ്ടിട്ട് സംസാരിക്കുന്ന വളരെ സ്റ്റാൻഡേർഡായിട്ട് മെച്യൂറായിട്ട് സംസാരിച്ച ആ പെൺകുട്ടിയുടെ ഭാഷ കേട്ടിട്ട് ഇവർ അതിന് ജഡ്ജ് ചെയ്തിട്ട് പറയുന്നു വെച്ചാൽ ഇദ്ദേഹം അവിടെ അടിമയായിട്ടാണെന്നുള്ളതാണ്. നമ്മുടെ ഒരു കൾച്ചറിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു രാജ്യത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കുന്ന ശൈലി ഷുഗർ കോട്ടഡ് വേർഡ്സ് അല്ലാതെ പറയുമ്പോൾ അവർ കാണിക്കുന്നത് അയാളോട് കാണിക്കുന്ന അടിമത്വമാണെന്നുള്ള രീതിയിലേക്കൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ താഴത്തെ കമൻറ്റ് നോക്കാം. എന്ത് തേങ്ങ ചിരിച്ചുകൊണ്ട് കഴുത്തറത്തില്ലേ അവൾ എന്ന് പറയുന്നു.
ഇയാളെ വീട്ടിൽ ഒരാളെ വിളിച്ചു വരുത്തി വീട്ടുകാർ അവരോട് ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് തേങ്ങയാണോ അതോ തൻ്റെ വീട്ടിലെ ഇയാൾക്ക് എന്ത് വിലയാണുള്ളത് ആണോ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അവരെല്ലാവരും ഇപ്പോഴും പറയുന്നത് പുള്ളിയെ ബ്ലെയിം ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അരുണിമ സംസാരിച്ചത് ജോർജ് ഏട്ടന് വേണ്ടിയിട്ടെന്നാണ്. അഥവാ ജോർജ് ഏട്ടൻ അവിടെ ഒരു അടിമയെ പോലെയാണ് താമസിക്കുന്നത്, അത് ബേസ്മെന്റിലൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് അരുണിമയുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വാദം. ഓക്കെ, എല്ലാ കാര്യത്തിലും രണ്ടു വശം ഉണ്ടാവും. അവരെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തോട്ടെ, അതിന് നമുക്കൊരിക്കലും തർക്കമില്ല. ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഇതുവരെയും ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, അരുണിമ ഒരു കാര്യം ഇതിന് അപ്പുറത്തേക്ക് സത്യമുണ്ടെങ്കിൽ അരുണിമ പറയൂ എന്നാണ്. ഇന്നേ വരെ അരുണിമയെ കുറിച്ച് മിണ്ടിയിട്ടില്ല. എന്നാൽ അരുണിമ ഓരോ വീഡിയോ എടുത്ത സമയത്തും ജോർജ് ഏട്ടൻ അധിക്ഷേപിച്ചുകൊണ്ട് ആ കമന്റ് ബോക്സിൽ നിറയുന്ന ആൾക്കാരുടെ എണ്ണം ഒട്ടും കുറവല്ല. പക്ഷേ അരുണിമയാണ് തുടക്കം ഇട്ടെന്നുള്ള കാര്യം ആരും മറക്കരുത്. സ്വന്തം വീട്ടിൽ അടിമയായി ജീവിക്കുന്നതിൽ നല്ലത് തെരുവിൽ കഴിയുന്നതാണ് മിസ്റ്റർ ജോർജ് എന്ന് പറഞ്ഞ് അയാൾ ഉപദേശിക്കുന്നു. ഇതൊക്കെയാണ് ടോപ്പ് കമന്റ്സ്. അതായത് എല്ലാം ഈ ജോർജ് ഏട്ടനെതിരെയാണ് ഈ ആൾക്കാർ വരുന്നെന്നുള്ള കാര്യം ഓർമ്മിക്കണം, മനസ്സിലാക്കണം. അറിയാൻ വയ്യെങ്കിൽ മിണ്ടാതിരിഹേ, നിന്റെ അമ്മേനെ പോലെയാണോ. ഓക്കെ, ഇതിനകത്ത് ഇവർ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ യൂട്യൂബിൻ്റെ അകത്തൊന്നും വീഡിയോ കാണാത്തുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ യൂട്യൂബിലുള്ള വീഡിയോയും അതോടൊപ്പം തന്നെ ഈ അന്ന് നടന്ന ആ ഒരു വിഷയത്തിൻ്റെ പുറത്തു വന്ന ആ വീഡിയോ അവരുടെ അകത്തുനിന്ന് ഷൂട്ട് ചെയ്ത ആ വീഡിയോയും കാണാത്തവരൊക്കെയാണ് ഇദ്ദേഹത്തിനെ തള്ളിപ്പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്. എങ്ങനെയാണോ അവിടെ പോവുകയും അവിടെ ഇമിഗ്രേഷൻ ഇദ്ദേഹത്തിൻ്റെ കുടുംബ പേര് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനൊക്കെ അദ്ദേഹത്തിന് നെയിം അടക്കം കൊടുക്കുകയും എല്ലാം സംവിധാനം ചെയ്തു കൊടുത്ത ആ മനുഷ്യനാണ് ഇങ്ങനെ ഇപ്പോൾ തള്ളക്കി വിളിക്കുന്ന പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, തേച്ചിട്ട് പോയോ, അവർ തമ്മിൽ ലവ് ആയിരുന്നോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നു. ഇനിയിപ്പോൾ ആ തേച്ചിട്ട് പോയോ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഈ തേച്ചിട്ട് പോയോ എന്നുള്ളൊരു കാര്യം കൊണ്ട് അദ്ദേഹം മറ്റേ വ്യക്തി അർത്ഥമാക്കുന്നത്? ഇയാളുടെ ഭാഗത്തെ തെറ്റ്, സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ ആൾക്കാരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകരുത്. 2, ഇയാളുടെ വീട്ടുകാരുടെ ഭാഗത്തുള്ള തെറ്റ്, ഇയാൾ മുഖേന ആയിരിക്കണം അവളോട് ഇറങ്ങിപ്പോകാൻ പറയേണ്ടിയിരുന്നത് എന്നുള്ളത്. സോ എല്ലാം ഇദ്ദേഹത്തിൻ്റെ അഥവാ ഈ ജോർജ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ ആണ് അങ്ങ് എല്ലാവരും ടാർഗറ്റ് ചെയ്തത്. ഏതായാലും അരുണിമ വിചാരിച്ചത് കൊണ്ട് പുള്ളിക്കാരൻ്റെ അടുക്കളവാസത്തിന് വിട എന്ന് പറയുന്നു. അരുണിമയാണ് അദ്ദേഹത്തിനെ മോചിപ്പിച്ചെന്നുള്ള കാര്യം. അരുണിമ ഇപ്പോൾ ഒരു സെയിൻറ്റ് ലെവലിലേക്കൊക്കെയാണ് വന്നേക്കുന്നത്. കമന്റ് ബോക്സ് അരുണിമ ഫാൻസ് തൂക്കി, പാവം അയാളുടെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു, എന്നിട്ട് അയാൾക്ക് ലോകത്തില്ലാത്ത തെറി. സീരിയസ്ലി ഇത് കണ്ടിട്ടുള്ള ഇട്ടേക്കുന്ന കമന്റാണ്, ശ്രദ്ധിക്കണേ. അതായത് കമന്റ് ബോക്സ് മൊത്തം അരുണിമ ഫാൻസ് തൂക്കി, പാവം അയാളുടെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു, എന്നിട്ട് അയാൾക്ക് ലോകത്തില്ലാത്ത തെറി. ഈ കമന്റ് ഇട്ടവർ ഒക്കെ അവരുടെ ഗ്രാൻഡ് പാരൻസിനെ പറയുന്നത് അക്ഷരം തെറ്റാതെ ഗ്രാൻഡ് പാരൻസ് പറയുന്നത് അക്ഷരം തെറ്റാതെ അനുസരിക്കുന്നവർ ആയാൽ നല്ലത്. ഇനി ആ കുടുംബം ഒരാളോട് സ്നേഹം കാണിക്കില്ല എന്ന് പറയുന്നു. ഇനി അടുത്ത അതിന് റിപ്ലൈ ഉണ്ട് കേട്ടോ. ഞാൻ പറയാൻ വച്ചിരുന്ന കാര്യമാണ്, അരുണിമ ഫാൻസ് ആവില്ല. അരുണിമയുടെ കമന്റ് ബോക്സിൽ മൊത്തം തെറിവിളിയാണ്. ഇയാളെ പറ്റിച്ചെന്ന് പറഞ്ഞ് ഇവിടെ അയാളെ അടിമയെ പോലെ എന്ന് പറഞ്ഞിട്ടും ബഹുജനം പലവിധം കമന്റ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, സ്വന്തം വീട്ടിലൊരു അന്യനെ പോലെ കഴിയുന്ന ജോർജ് ഏട്ടൻ എന്ന് കൂടെ പറയൂ, അല്ലെങ്കിൽ പേരമക്കൾക്ക് വാടക കൊടുത്ത് കഴിയേണ്ടി വന്ന ഹതഭാഗ്യം. ആക്ച്വലി ആ രാജ്യത്തിൻ്റെ കൾച്ചറിനെ കുറിച്ച് അറിയാത്തവരാണ് അങ്ങ് നഖശികാന്തം ഈ ജോർജ് ഏട്ടൻ എന്നുള്ള 10-70 വയസ്സ് പ്രായമുള്ള മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ ഇപ്പം അച്ഛൻ്റെയൊക്കെ കാട്ടിലും നല്ല പ്രായം വരുന്ന ഒരു മനുഷ്യനാണ് അയാൾ. അപ്പോൾ അത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ഈ നാട്ടിൽ നിന്ന് പോയൊരു പെൺകുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് നിലനിർത്തുകയും അവിടെ താമസിപ്പിക്കുകയും അയാൾ ഉറങ്ങാൻ പോയ സമയത്ത് എന്തൊക്കെ ഈഗോ ക്ലാഷോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കത് അറിയാത്ത കാര്യമാണ്, അത് അരുണിമ പറയട്ടെ. പക്ഷേ അതിനുശേഷം നടന്ന കാര്യങ്ങളിൽ കുറേയധികം നമ്മൾ കണ്ടതാണ്. അതിനകത്ത് എല്ലാവരും എടുത്തു പറയുന്നത് ആ സ്ത്രീയുടെ വോയിസ്, അഥവാ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഡോട്ടറിൻ്റെ വോയിസ് ഭയങ്കര ലൗഡായി പോയി, ഭയങ്കര ഇതായിട്ടാണ്, അവരുടെ അടിമയായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നുള്ളതാണ്. അത് ആ പറഞ്ഞ കൾച്ചറൽ ഡിഫറൻസ് മനസ്സിലാക്കാത്തതിൻ്റെ പ്രോബ്ലമാണത്. എനിക്കൊന്നും പറയാൻ അറിയത്തില്ല, പലവട്ടം പറഞ്ഞൊരു കാര്യമാണ്. സോ അതർ സൈഡ് എന്ന് പറയുന്ന സംഭവം എന്നിട്ട് അരുണിമ വന്നിട്ട വീഡിയോക്കകത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്, അരുണിമയെ ഒറ്റയ്ക്കാക്കി ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അവർ പറഞ്ഞു നടത്തി മൺഡേ മറ്റു വീട്ടിലേക്ക് മാറണം, നാളെ അക്കോമഡേഷൻ കണ്ടെത്തണം എന്നാണ് പറഞ്ഞത്. അവരുടെ വീട്ടിൽ അവരുടെ പ്രൈവസി അവർക്ക് ഇമ്പോർട്ടൻസ് ആയിരിക്കാം. അതുകൊണ്ട് അവർ കൊടുത്ത സമയത്തിൻ്റെ അകത്ത് പരമാവധി മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടത് നമ്മുടെ ചുമതലയും നമ്മുടെ കടമയാണ്. അല്ലാതെ അവിടെ തന്നെ കയറി തൂങ്ങിയിട്ട് അവരുടെ കൂടെ തന്നെ താമസിക്കാമെന്നുള്ള, ഞാൻ വലിഞ്ഞു കയറി വന്നതല്ലോ എന്നുള്ള പരാമർശമൊക്കെ അരുണിമ വന്നു. അപ്പോൾ എന്താ വലിഞ്ഞു കയറി വന്നതല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? സോ ആ ഒരു ചെറിയൊരു ഭാഗം മാത്രം റീലായിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് അരുണിമ അന്ന് അപ്ലോഡ് ചെയ്തിരുന്നത്. ആ റീൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ തെറി വിളിക്കാൻ ശ്രമിക്കുന്ന കാര്യം. എന്നാൽ അരുണിമയെ കുറിച്ചൊന്നും മിണ്ടിയിട്ടുമില്ല. ഇനി ഇതിനകത്ത് തന്നെ വേറെ കമൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് കമൻ്റ് ഉണ്ട്. വെളുപ്പിക്കൽ എന്നൊക്കെ പറയുന്നത്, ഞങ്ങളുടെ ട്രംപ് ഡാഡി ഇത് അറിഞ്ഞാലുണ്ടല്ലോ, പോടാ ഗോപ്പേ, ഇത് തന്നെയല്ലേ നീ ഒരാഴ്ച കൊണ്ട് പറയുന്നത്, അവർ വേറെ രാജ്യത്ത് പോയി എന്നിട്ട് ഇയാളെ ഇതുവരെ വെളുപ്പിച്ച് കഴിഞ്ഞില്ലേ മലരെ എന്ന് പറയുന്നു. തെറിവിളിയാ ഈ ഇട്ട ആൾ. നല്ല വെള്ളപൂശലാണ് ആയല്ലോ ഇത്. അരുണിമ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇങ്ങേരല്ല തെറ്റ് ചെയ്തതെന്ന്, ഇങ്ങേർക്ക് ഇതിൽ പങ്കില്ല എന്നും. പിന്നെ വന്നിട്ട് പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ബലത്തിൽ വെളുപ്പിക്കൽ വരുമ്പോൾ എൻ്റെ പൊന്നോ
കൂട്ടുകാരാ ഞങ്ങൾ ചോറ് തന്നെ കഴിക്കുന്നത്, ഒഞ്ഞു പോടാ വെളുപ്പിക്കൽ, എല്ലാവരും തെറിവിളിയാ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. സാർ യു ആർ റെസ്പെക്റ്റഡ് പേഴ്സൺ, ഡോൺ ഗോ സച്ച് മാറ്റേഴ്സ്, ഇറ്റ്സ് അഫക്ട് യുവർ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നു. എന്നിട്ട് അന്നോ ഏതോ അമേരിക്കൻ മലയാളി സംഘടന വിളിച്ച് കോടാൻ കൊടുത്ത അരുണിമയ്ക്ക്, അല്ലെങ്കിൽ 2 വെള്ളത്തിൽ കാലൊലിക്കുന്ന അല്പന്മാരാണ് നമ്മുടെ മലയാളികളെന്നൊക്കെ പറഞ്ഞിട്ട് മലയാളികൾ തന്നെ കൊട്ടുന്നു. സോ ഈ ഒരു ഫേമസ് ആയി, ഇതാണ് ഇയാൾക്ക് വേണ്ടി സംസാരിച്ചത്. ഇത് മൊത്തത്തിൽ ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് മൊത്തം ഇദ്ദേഹത്തിന് ഈ മനുഷ്യൻ, അതായത് അരുണിമയെ അവിടെ ഇമിഗ്രേഷൻ അടക്കം സഹായിച്ച, അവിടെ കൊണ്ടുപോയി എല്ലാ ന്യൂയോർക്ക് സിറ്റി അടക്കം കൊണ്ട് കാണിച്ച, ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത ആ മനുഷ്യനാണ് ഈ തെറി പറയുന്നത്. ഓർക്കണം, ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് അരുണിമ എന്ന പേര് കേട്ട് ആക്ച്വലി ആരാണ് മറന്നു ചോദിക്കുന്നു. ഒരു കൊച്ചു പെണ്ണിനെ കുറ്റവും പറഞ്ഞ് റീലും ഉണ്ടാക്കി നടക്കുന്നു ഊള. കേൾക്കണം, നന്മ ചെയ്യുന്നവരെല്ലാവരും കേൾക്കണം, മറ്റുള്ളവരെ സഹായിക്കുന്നവരെല്ലാവരും കേൾക്കണം. കേട്ടല്ലോ, ആ തെറി നിങ്ങൾക്കും കൂടെ ഉള്ളതാ കേട്ടോ, എല്ലാവരും കേട്ടോ. അവളുടെ കയ്യിരിപ്പ് ശരിക്കും പറഞ്ഞാൽ അയാളല്ല, ചെറിയ കുട്ടികൾ പോലും അവളെ ഓടിച്ചിട്ടടിക്കും. എന്നാ പറ, അവളുടെ കയ്യിരിപ്പ് കേൾക്കട്ടെ. കൊച്ചു പെണ്ണായതുകൊണ്ട് ഏത് അപരാധം കാണിച്ചത് മിണ്ടരുന്നല്ലേ, എന്താണെന്ന് പറ, തീരുമാനിക്കാമല്ലോ. തിങ്കളാഴ്ച രാവിലെ മുതൽ വേറൊരു അക്കോമഡേഷൻ നോക്കണമെന്ന് ശനിയാഴ്ച രാത്രി പറഞ്ഞപ്പോഴേക്കും എന്നെ വാതിരാത്ത് ഇറക്കി വിട്ടേ എന്ന് പറഞ്ഞ് അപ്പം തന്നെ ലൈവ് ഇട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത് നല്ല അപരാധം തന്നെയാണ്. അപ്പോഴിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അപ്പോഴല്ല ഇട്ടത്. അന്ന് കഴിഞ്ഞതിന് ശേഷം 3 ദിവസവും 4 ദിവസം കഴിഞ്ഞിട്ടാണ് അരുണിമ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് ദിവസം നടന്നിട്ടുള്ള കാര്യത്തിൽ ഒരു സ്റ്റോറി പോലും അരുണിമ ഇട്ടിട്ടില്ല. 3 ദിവസം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ അടുത്ത ദിവസം വന്നിട്ട് ഞാൻ സേഫാണ്, ഇത് 4 ദിവസത്തിന് മുമ്പേ നടന്ന വിഷയമാണ്, അരുണിമ സ്റ്റോറിയിലൂടെ അത് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരു കണ്ടന്റ് ഉണ്ടാക്കി, ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി, തനിക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. മനസ്സിലാവുന്നുണ്ടോ? അതിനപ്പുറത്തേക്കൊന്നും ഇല്ല ഇതിനകത്ത്. അതുണ്ടെങ്കിൽ അരുണിമ പറയട്ടെ, അരുണിമ പറയത്തില്ല. സോ അയാളുടെ വീട്ടിൻ്റെ അകത്ത് അയാളുടെ ഗ്രാൻഡ് ഡോട്ടേഴ്സിൻ്റെ അടുത്തോ അച്ഛനമ്മമാരുടെ അടുത്തോ അല്ലെങ്കിൽ അയാളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ എങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസേണോ നമ്മുടെ മാറ്ററോ അല്ല, നമ്മുടെ മാറ്റർ ആവേണ്ട വിഷയമല്ല. അത് മറ്റൊരു വ്യക്തിയുടെ പ്രൈവസിയാണ്, മറ്റൊരു വ്യക്തിയുടെ ലൈഫാണ്. അതുപോലെ അരുണിമ അവിടെ ആ രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിൽ ഇത്രയും രാജ്യം സന്ദർശിച്ചിട്ടുള്ള അരുണിമ ആ കൾച്ചർ ഒക്കെ പഠിച്ചിട്ട് പോകണ്ടേ, അവിടെ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്ന് കാര്യം മനസ്സിലാക്കണ്ടേ. ഞാൻ കുറേ രാജ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് കേട്ടത് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഞാൻ 10-40 രാജ്യം കണ്ടിട്ടുള്ള നിങ്ങളെപ്പോലെ ഇവിടെ എന്താണ് ഈ ലോകം കാണാത്ത ആൾക്കാരൊന്നും അല്ല എന്നൊക്കെ പറയുന്നത് ആ വീട്ടിൽ നിന്നുകൊണ്ടാണ്. അതൊക്കെ കേട്ടവരാ നമ്മൾ. സോ ഇത് കേട്ടിട്ട് പിന്നെ വേറെ കാര്യം ഇപ്പം പറയുന്നുണ്ടല്ലോ, ഈ അരുണിമയെ സപ്പോർട്ട് ചെയ്യുന്നത് അറിയാൻ എൻ്റെ അടുത്തൊക്കെ അതിനുശേഷം എത്ര പേരാണെന്നറിയാമോ എൻ്റെ അടുത്തൊക്കെ ഇൻബോക്സിൻ്റെ അകത്ത് വന്ന് ഇതേ കാര്യം വന്ന് പറഞ്ഞിട്ട് പോയത്. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഇനി എല്ലാവരും അവരവൻ്റെ അനുഭവം കൊണ്ട് പഠിക്കട്ടെ എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ, അല്ല നമുക്കാർക്കും ഇതെടുത്ത് വെച്ച് നടക്കേണ്ടതല്ല. പക്ഷേ ഇന്ന് ആ ജോർജ് എന്നുള്ള മനുഷ്യനെ ഇങ്ങനെ തെറിവ് പറയുന്നത്, കുറ്റം പറയുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ് സങ്കടം തോന്നി. അയാൾ ചെയ്ത് തെറ്റെന്താണ് നിങ്ങൾ പറഞ്ഞതാ, അയാൾ ചെയ്ത് തെറ്റെന്താണെന്ന് പറഞ്ഞതാ. അല്ലെങ്കിൽ അരുണിമ പറയട്ടെ അയാൾ ചെയ്ത പാതകം. അരുണിമ പറയത്തില്ല, ഇനി അരുണിമ പറയത്തില്ല. കാരണം അരുണിമയ്ക്ക് കുറേയധികം ഫാൻസൊക്കെ ആയി ഈ ഒരു വിഷയം കാരണം. ജോർജ് ഏട്ടനെ തെറിവിളിക്കാനടക്കമുള്ള ഫാൻസൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് അരുണിമയ്ക്ക് ഇത് പ്രശ്നമുള്ള കാര്യമല്ല. എന്തായാലും അരുണിമ നന്നായിരിക്കട്ടെ, എല്ലാവിധ ആശംസകളും. ഇനി ഉയർന്നു വളർന്ന് സന്തോഷ് ജോർജ് കുളങ്ങരയേക്കാൾ മേളിലുള്ളൊരു ബ്ലോഗറായിട്ടൊക്കെ തന്നെ മാറട്ടെ. സുജിത് ഭക്തനൊക്കെ പറഞ്ഞതുപോലെ മറ്റൊരാൾ നൽകുന്ന ഔദാര്യം അത് സ്വീകരിച്ചതിന് ശേഷം അവരെ തന്നെ തള്ളിപ്പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നൊരു കാര്യം, ആ ഒരു സംസ്കാരം അത്ര നല്ലതൊന്നുമല്ല ആർക്കും. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് രേഖപ്പെടുത്ത അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ. ജോർജ് ഏട്ടാ കീപ് റോക്കിംഗ് മാൻ. അടിച്ചു പൊളിക്കും നിങ്ങൾ അല്ല.